CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. കേസിൽ ഇഡിയുടെ രണ്ടാം സമൻസിന് പിന്നാലെയാണ് വീണ കൊച്ചിയിലെ ഓഫീസിൽ ഇന്ന് രാവിലെ ഹാജരായത്. വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസും CMRLും തമ്മിലുണ്ടായ ഇടപാടുകളിലെ വിവരങ്ങളാണ് ഇഡി ചോദിച്ചറിയുന്നത്. അബ്ദുൽ നാസറാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. നാസർ, രണ്ടാമത്തെ സമൻസിന് മറുപടി നൽകിക്കൊണ്ട് ടി വീണ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു. എപ്പോഴാണ് അവർ എത്തിയത്? എത്ര നേരം ഈ ചോദ്യം ചെയ്യൽ തുടരാനാണ് സാധ്യത? നൗഫൽ, ഇഡിയെ സംബന്ധിച്ച് ഒരു നിർണായകമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന് പറയാം. എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണയെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നു. ഏതാണ്ട് 10:40 വീണ ഇഡിയുടെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരായിട്ടുള്ളത്. അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിന്റെ ഭർത്താവും ബേപ്പൂർ MLA മായ മുഹമ്മദ് റിയാസും ഒപ്പമെത്തിയിരുന്നു. എന്നാൽ വീണയെ ഇവിടെ ഇറക്കിയതിനു ശേഷം അദ്ദേഹം ഇവിടുന്ന് മടങ്ങി പോവുകയായിരുന്നു. കേസിൽ എക്സാലോജിക് കമ്പനിയും CMRLും തമ്മിലുള്ള ഇടപാടിന്റെ വിശദാംശങ്ങൾ തന്നെയാണ് തേടുന്നത്. അതായത് യാതൊരു IT സേവനങ്ങളും ലഭ്യമാക്കാതെ 1,72 ലക്ഷം രൂപ എന്തിന് കൈപ്പറ്റി എന്നുള്ളത് തന്നെയാണ് വീണയ്ക്ക് മുന്നിലുള്ള ഇഡി വെക്കുന്ന ആദ്യ ചോദ്യം. ഇതിന് വ്യക്തമായൊരു മറുപടി തേടുകയാണ് ഇഡി. ഇത് മാത്രമല്ല, CMRLന്റെ MD ആയിരുന്ന ശശിധരൻ കർത്തിയുടെ മറ്റൊരു കമ്പനിയായിരുന്ന എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അതിലുള്ള ഇടപാടുകളും ഇഡി ചോദിച്ചറിയും. എന്തായാലും ഈ വിഷയത്തിൽ വീണയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടുക എന്നുള്ളത് തന്നെയാണ് ഇഡി ഇതുകൊണ്ട് ശ്രമിക്കുന്നത്. നിർണായകമായ ചോദ്യം ചെയ്യൽ ഇപ്പോൾ 2 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പ്രധാനമായും ഈ എക്സാലോജിക് CMRL ഇടപാടിൽ എന്താണ് യഥാർത്ഥത്തിൽ നടത്തുന്നത്, ഇതിനു മുഖേന യാതൊരു സേവനവും ലഭ്യമാക്കാതെ ഇത്രയും തുക, അതായത് പ്രതിമാസം 3 ലക്ഷം രൂപ എക്സാലോജിക്കിനായും CMRLന്റെ കൺസൾട്ടൻസിക്കായി 2 ലക്ഷം രൂപയുമെല്ലാം ഉൾപ്പെടെ പ്രതിമാസം 8 ലക്ഷം രൂപ ഉൾപ്പെടെ 1,72 ലക്ഷം രൂപ എന്തിനു വേണ്ടിയാണ് സ്വീകരിച്ചത് എന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലായിരിക്കും ഇഡി വ്യക്തത തേടുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ ഇപ്പോൾ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇത് ഇനിയും